ബഹുമാനായ അധ്യക്ഷൻ ശ്രീ കുഞ്ഞാക്ക, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ നിഖിൽ ദാമോദർ, നമ്മുടെ KPCC അംഗം, ജൽസീമിയ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സംസാരിച്ചു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ ജോസ് ഫ്രാങ്ക്ലിൻ, DCCയുടെ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഇന്നത്തെ കുടുംബയോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികർ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥിയായ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഈ പ്രദേശത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ച ശ്രീ നിഖിൽ ദാമോദരൻ, അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചൊരു കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം വിജയിച്ചു വരേണ്ടത് നാടിന്റെ ആവശ്യമാണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉടൻ കേരളത്തിലൊരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ തുടക്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനിവിടെ വോട്ട് ചെയ്യുന്ന ഓരോ ആളുകളും വളരെ ആലോചിച്ച് ചിന്തിച്ച് കേരളത്തിലെ ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നതോടൊപ്പം ശ്രീ നിഖിലൂടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് UDFന് നേതൃത്വം കൊടുക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും, ഏത് തെരഞ്ഞെടുപ്പായിരുന്നാലും, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നാലും, നമ്മുടെ സമുന്നതനായ നേതാവ് മുൻ MLA ശ്രീ വർക്കല കഹ, അദ്ദേഹം ഇവിടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് നിലനിൽക്കണം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ്? രാജ്യത്ത് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ, അത് ജനാധിപത്യവും മതേതരത്വവും, അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടന, ആ ഭരണഘടനയിലാണ് മതേതരത്വം എഴുതി വച്ചിരിക്കുന്നത്. ആ മതേതര കാഴ്ചപ്പാടുകളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ BJP, ഇന്ത്യ ഭരിക്കുന്ന BJP, അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന RSS പോലെയുള്ള സംഘടനകളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ശക്തിപ്പെട്ടാലല്ലേ അതിനെ ചെറുത്ത് നിർത്താൻ കഴിയുകയുള്ളൂ. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് കഴിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും അത് കഴിയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ കാശ്മീരം വരെ, ഗുജറാത്ത് മുതൽ ആസാം വരെ നീണ്ടുകിടക്കുന്ന 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു വലിയ രാജ്യമാണ്.
അവിടെ കേരളത്തിൽ മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ മതേതരത്വം സംരക്ഷിക്കാൻ കഴിയുമോ? ബിജെപിയും സംഘപരിവാർ ശക്തികളും RSS പോലെയുള്ള ശക്തികൾ ഉയർത്തുന്ന വർഗീയതയെ ചെറുക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. കോൺഗ്രസ് തകർന്നാൽ ഇന്ത്യയിൽ പിന്നെ വരുന്നത് വർഗീയതയാണ്, വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഹിന്ദു രാഷ്ട്രവാദമാണ്. ഈ രാജ്യത്ത് ഹിന്ദുക്കൾ മാത്രം ജീവിച്ചാൽ മതിയെന്നാണ് അവർ പറയുന്നത്. മുസ്ലിങ്ങളൊക്കെ എവിടെ പോണെന്ന? പാകിസ്ഥാനിൽ പോണെന്നാ പറയുന്നത്. ക്രിസ്ത്യാനികളൊക്കെ എവിടെ പോണെന്ന? റോമിൽ പോണെന്നാ പറയുന്നത്. ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ്. നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഈ രാജ്യത്ത് നമ്മളൊരു ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമായി ഒരു ജനാധിപത്യ മതേതര പ്രക്രിയയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല. ഈ രാജ്യം എല്ലാവരുടെയുമാണ്. ഹിന്ദുക്കളുടേതാണ്, മുസ്ലിങ്ങളുടേതാണ്, ക്രിസ്ത്യാനികളുടേതാണ്, ന്യൂനപക്ഷ എല്ലാ വിഭാഗം ആളുകളുടെയുമാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു നിർത്തണം. സംരക്ഷിച്ചു നിർത്തിയില്ല എങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഭാരത് ജോഡോ യാത്ര നടത്തിയതും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും ഒക്കെ നമ്മൾ അത് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കോൺഗ്രസ് ഇല്ല എങ്കിൽ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ ഓർത്തു നോക്കുക. പ്രാദേശിക പാർട്ടികൾ പലയിടത്തുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെയുണ്ട്, തമിഴ്നാട്ടിൽ ഒരു പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ തെലങ്കാനയിൽ ഒരു പാർട്ടി ഉണ്ട്. പക്ഷെ ഇന്ത്യ മുഴുവൻ ഈ BJPയുടെ വർഗീയതയെ ചെറുക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കോൺഗ്രസ് ഇല്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവർക്ക് തോന്നുന്നത് പോലെ ഈ രാജ്യത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഭരണഘടന മാറ്റിയതും ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും. അതിലേക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 400 സീറ്റ് ചോദിച്ചത്. പക്ഷെ അതൊന്നും കിട്ടാതെ പോയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അത് കോൺഗ്രസിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം, അതാണ് ഇവിടെ നിഖിൽ ചൂണ്ടിക്കാണിച്ചത്, അതിന്റെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് കോൺഗ്രസ് പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസ് താഴെ തലത്തിൽ ശക്തിപ്പെടണം. കോൺഗ്രസ് തകരാൻ പാടില്ല. കോൺഗ്രസിന് ജയപരാജയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം, ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം. 65 വർഷത്തോളം കാലം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ, സർദാർ വല്ലഭായി പട്ടേലിന്റെ നേതൃത്വത്തിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയൊക്കെ നേതൃത്വം നമ്മൾ നടത്തിയ സമരം അത് കോൺഗ്രസ് ആണ് നടത്തിയത്. കോൺഗ്രസ് ആണ് രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്നത്. 60 വർഷക്കാലത്തെ ഭരണം ഇന്ത്യയിൽ നടത്തിയത് കോൺഗ്രസ് ആണ്. 60ഓളം വർഷക്കാലത്തെ BJP വന്നിട്ട് 11 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ രാജ്യത്തുണ്ടായ മുഴുവൻ നേട്ടങ്ങളുടെയും ഉത്തരവാദിത്വം കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. സംശയമുണ്ടോ? എന്തുണ്ടായിരുന്നു ഈ രാജ്യത്ത്? 32 കോടി ജനങ്ങളായ സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ ഉണ്ടായത്. പട്ടിണിയും പരിവട്ടവും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഇന്ദിരാഗാന്ധി വന്നു, രാജീവ് ഗാന്ധി വന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നു, എത്രയെത്ര പ്രധാനമന്ത്രി. അവരുടെയൊക്കെ ഭരണ നേട്ടങ്ങളാണ് ഈ രാജ്യം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. കമ്പ്യൂട്ടർ വന്നപ്പോൾ അടിച്ചുതകർക്കാൻ ശ്രമിച്ചവരാണ് CPM-കാരും BJP-കാരും. പണ്ട് ടെലിഫോൺ എന്ന് പറയുന്നത് ജംഗ്ഷനിൽ ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. വീടുകളിൽ പോലും ലാൻഡ് ഫോൺ പോലും ഇല്ലായിരുന്നു. ഇന്ന് 2-3 മൊബൈലാണ് ഓരോ ആളുകളുടെ കയ്യിൽ. ആരാ കൊണ്ടുവരുന്നത്? രാജീവ് ഗാന്ധി. അതിനെയൊക്കെ തകർക്കാൻ നിന്നവരാണവർ. പണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് എറണാകുളത്ത് വിളിക്കണമെങ്കിൽ ട്രെയിൻ കാർഡ് ബുക്ക് ചെയ്യണം. എത്ര സമയം കാത്തിരിക്കണം? ആരുടെയെങ്കിലും വീടുകളിൽ ഫോണുണ്ടോ? ഒരു പഞ്ചായത്ത് എടുത്താൽ എത്ര 2-3 വീടുകളിൽ ഫോൺ കാണും, ലാൻഡ് ഫോൺ. ഇപ്പോ ഈ അന്ന് എതിർത്ത സഹാക്കന്മാരെ പോക്കറ്റിൽ തന്നെ 2-3 മൊബൈൽ ഫോൺ കിടക്കുക. BJP-കാരനും അത് തന്നെയാണ്. ഇതെല്ലാം എതിർത്തവരാണവർ. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തവരാണവർ. ഈ രാജ്യത്തിന്റെ മുഴുവൻ വികസനത്തെയും എതിർത്തവരാണ് ഇവരെല്ലാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇവരുടെ എതിർപ്പുകൾ വകവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ഇത് കോൺഗ്രസ് ഇട്ട് അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഇതൊക്കെ പറയുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം,
ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ ഞാനും ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നയാളാണ്. അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നയാളാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് നോക്കിക്കണ്ടയാളാണ് ഞാൻ. മന്ത്രിയായിരുന്നപ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉള്ള എത്രയോ പദ്ധതികൾക്ക് ഞാൻ ഇവിടെ വന്ന ആളാണ്. ഇവിടെ ആശുപത്രിയിൽ അന്ന് കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക ബ്ലോക്ക് 10 കോടി രൂപ അന്ന് ആര്യടൻ സാർ അനുവദിച്ച് അത് തന്നപ്പോൾ അത് അനുവദിച്ച് ഇപ്പൊ ഇതുവരെ 10 വർഷക്കാലം ഇവിടെ MLA ഉണ്ടായിരുന്നു, ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായി, പൂർത്തീകരിച്ചിട്ടില്ല. ഫണ്ട് കൊടുത്തതാ. അവിടെ 9 കോടി രൂപയുടെ ഓങ്കോളജി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി വരുന്നില്ല. അപ്പോൾ ഈ നിയോജക മണ്ഡലത്തോട് ഇത്രയും അവഗണന കഴിഞ്ഞ ആര്യാടൻ മുഹമ്മദ് സാർ പോയതിനു ശേഷം ഇവിടെ അവഗണന മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നിലമ്പൂർ ബൈപ്പാസിന്റെ കാര്യം എന്താ? അദ്ദേഹം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ ഇവർക്ക് ആർക്കും യാതൊരു സമയവുമില്ല. ഇപ്പൊ ഒരുപാട് വികസനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാൻ ദീർഘമായി പ്രസംഗിച്ച് നമ്മുടെ നജീബ് കാന്തപുരം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു, അവരൊക്കെ സംസാരിക്കും. ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമുണ്ടോ? ഇല്ലല്ലോ. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം. ഞങ്ങളൊക്കെ ഞാനും വാർത്തകാരാണെന്നെങ്കിലും ഞങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് വരുന്നത്. ശ്രീ നജീബ് കാന്തപുരം പ്രിയങ്കരനായ MLA കടന്നു വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും ഏത് പ്രദേശത്ത് പോയിരുന്നാലും വളരെ അനുകൂലമായ സാഹചര്യമാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിശയോക്തിയൊന്നും പറയുന്നില്ല. 2 ദിവസം മുമ്പ് ഒരു സർവേ വന്നു, നേരത്തെ എടുത്ത സർവേയാണ്. ആ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് 48% വോട്ട് ഷൗക്കത്തിന് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വരാജിന് 37% വോട്ട് കിട്ടുമെന്നുള്ളതാണ്. 5% BJP മത്സരിക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത, അതുകൊണ്ട് ആരും വോട്ട് ചെയ്യുമെന്ന് കരുതുന്നില്ല. അപ്പൊ 47% വോട്ട് കിട്ടി ജയിക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ഞങ്ങൾക്കിവിടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 25,000 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. യാതൊരു സംശയവും. കാരണം അദ്ദേഹം ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിൽ എത്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. 4 വയസ്സായ കുട്ടികൾ, 4 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, വയോമിത്രം പരിപാടി, സൗജന്യ ഭക്ഷണ പരിപാടി, എത്രയെത്ര പദ്ധതികൾ മറ്റൊരു മുനിസിപ്പാലിറ്റികളുമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ജനങ്ങളോട് ഏറ്റവും അധികം കമ്മിറ്റ്മെന്റ് ഉള്ള, ജനങ്ങളോട് ഏറ്റവും താല്പര്യമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. പാരമ്പര്യം അതാണ്. ആ ആര്യാടൻ മുഹമ്മദ് സാറിന്റെ വീടിന്റെ ഗാറ്റുകൾ ഒരിക്കലും അടച്ചിടാറില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ പോവാം. അങ്ങനെയുള്ള ഒരു MLA ഇവിടെ ജയിച്ചു വരണം എന്നുള്ളതാണ്. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിന് പുറത്തു പോകണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം, ഈ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും താല്പര്യക്കാരി 9 വർഷക്കാലമായി ഗവൺമെന്റ് എടുത്തിട്ടുണ്ടോ? ധൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും പിൻവാതിൽ നിയമനവും അല്ലാതെ ഈ സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ധൂർത്തെന്ന് പറയുന്ന നമ്മുടെ പാവപ്പെട്ട ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാനും നജീബും കാന്തപുരം MLA-യും വർക്കരക്കാരും ഞങ്ങളൊക്കെ അവിടെ സ്ഥിരം ഞങ്ങൾ പോവുകയാണ്. പാവപ്പെട്ട ആ ആശാ വർക്കർമാർ എത്രയാണ് ശമ്പളം? 230 രൂപ. 230 രൂപ കൊണ്ട് 200 രൂപ വണ്ടിക്കൂലിക്കാവും ആഫീസിൽ പോവാൻ. എങ്ങനെ ജീവിക്കും ഈ കാലഘട്ടത്തിൽ? 7,000 രൂപയാണ് ഓണറേറിയം. ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ എത്ര ദിവസമായി? 120 ദിവസമായി സമരത്തിലാണ്. ഇവർ ചെയ്യുന്നെന്താ? സമരത്തോട് പുച്ഛമാണ് ഇവർക്ക്. സമരത്തോട് പുച്ഛമാണ്. ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ടാർപോളിൻ കെട്ടി ഘോര മഴയത്ത് അവിടെ ഇരുന്നപ്പോൾ പോലീസിനെ വിട്ട് രാത്രി ഇതിനെ പൊളിപ്പിച്ചു. സ്ത്രീകളാണ്. യാതൊരു ദയയും മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്.
അവർക്കൊരു ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ ആര്യാവിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ആദ്യമായി ഈ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുത്തത് 400 രൂപയിൽ നിന്നും 1000 രൂപ. 400 രൂപ ഉണ്ടായിരുന്നുള്ളൂ അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ. ഞങ്ങൾ 1000 രൂപയാക്കി കൊടുത്തു. 1000 രൂപയാക്കി കൊടുത്തു. അന്ന് 2 മണിക്കൂറേ ജോലിയുള്ളൂ. ഇപ്പോൾ 10-15 മണിക്കൂർ ജോലി ചെയ്യണം. അവർക്ക് ശമ്പളം കൊടുക്കാൻ ഒരു 200 രൂപ കൂട്ടി കൊടുക്കാത്ത ഒരു ക്ലാസ്സില്ലാത്തതുകൊണ്ടാണോ? 4ാം വാർഷികം ആഘോഷിക്കാൻ 100 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് ദൂർത്തടിച്ചു കളഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലക്സോട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വയ്ക്കാൻ 25 കോടി രൂപ. വലിയ പന്തലുകൾ 4ാം വാർഷികത്തിൽ സമ്മേളനം ഇടാൻ 45 കോടി രൂപ. PSC ചെയർമാൻ എത്രയാ ശമ്പളം കൂട്ടിക്കൊടുത്തപ്പോ 4,10,000 രൂപ. 50% DA ഇപ്പൊ കൊടുത്തു. ആശാവർക്കർമാർക്ക് എത്ര? 730 രൂപ. PSC ചെയർമാൻ എത്ര? അവരുടെ പാർട്ടി നിയമനം 4,10,000 രൂപ. എത്രയാണ് ശമ്പളം ഉണ്ടായിരുന്നത്? 2,26,000 രൂപ ഉണ്ടായിരുന്നത് 4,10,000 രൂപയെ കൂട്ടിക്കൊടുത്തു. PSC മെമ്പർമാരുണ്ട് 20 പേർ. അവർക്ക് എത്ര ശമ്പളം? 2,19,000 രൂപ. 4 ലക്ഷമായി കൂട്ടിക്കൊടുത്തു. KV തോമസ് എന്ന് പറയുന്ന പഴയ നമ്മുടെ മന്ത്രി ഇപ്പോ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ആളാണ്. 5 ലക്ഷമായിരുന്നു TA, 11,30,000 ആക്കി കൂട്ടിക്കൊടുത്തു. ഞാൻ ഇന്ന് വന്നപ്പോൾ ഒരു വാർത്ത കണ്ടു. എന്താണ്? ടിവിയിൽ ഒരു വാർത്ത. മുഖ്യമന്ത്രിയുടെ PR ഏജൻസിക്ക് 5% ശമ്പളം കൂട്ടിക്കൊടുത്തു. 1 വർഷത്തേക്ക് കൂടി അഡീഷണലായി നിയമനം കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള ദൂരത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് അംഗനവാടി ടീച്ചർമാർ സമരം നടത്തിയിരിക്കുക. അവർക്ക് 12,500 രൂപയാണ് ശമ്പളം. 1 രൂപ കൂട്ടിക്കൊടുക്കുന്നില്ല. പാചക തൊഴിലാളികൾ ശമ്പളം കൊടുക്കുന്നില്ല 4 മാസമായി. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് 6-7 മാസം കുടിശ്ശികയായിരുന്നു. ഞങ്ങൾ സമരം നടത്തി. അതിന്റെ പേരിലാണ് കൊടുത്തത്. അതിന്റെ പേരിലാണ് 2-3 ഗഡു കൊടുത്തത്. 2 രൂപ സെസ് ഏർപ്പെടുത്തി. ഇവിടെ നടക്കുന്നത് എന്താണ്? പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കില്ല. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. ആദ്യം 16 പൈസ വർദ്ധിപ്പിച്ചു. ഇപ്പൊ 12 പൈസ വർദ്ധിപ്പിച്ചു. ഇപ്പോ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 30 പൈസ കൂടി വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞാൽ 30 പൈസ കൂടി വർദ്ധിപ്പിക്കും. വീട്ടുകരം വർദ്ധിപ്പിച്ചു. കെട്ടിട നികുതി എത്ര ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. കോടതിയിൽ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചു. എല്ലാത്തിനും വർധനയാണ്. കറണ്ട് ചാർജ് വെള്ളക്കരം വർദ്ധിപ്പിച്ചു. എല്ലാം ആശുപത്രികളിൽ പോയാൽ മരുന്നില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാം മരുന്നും സൗജന്യമാണ്. അന്ന് വർക്കലക്കാർ MLA ആണ്. മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരെ സൗജന്യ മരുന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ജനറിക് മരുന്നുകൾ. ഇന്നലെ എന്നെ ആൾ വിളിച്ചു, സാർ ആശുപത്രിയിൽ പോയിട്ട് ഭാര്യ സുഖമില്ല, അവർക്ക് ആശുപത്രിയിൽ പോയി അയക്കും സുഖമില്ല. 8-9 മരുന്ന് കുറിച്ച് കൊടുത്തു. 1 മരുന്നാണ് കൊടുത്തത്. 1 മരുന്നാണ് കൊടുത്തത്. മരുന്നില്ല, മരുന്ന് വാങ്ങിക്കൊടുക്കുന്നില്ല. ദൂർത്തടിക്കാൻ കാശുണ്ട്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 2,000 കോടി രൂപ കൊടുക്കാനുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നജീബ് കാന്തപുരം ഇരിപ്പുണ്ട്. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 700 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞതുവരെ കൊടുത്തിട്ടില്ല. 2,000 കോടി രൂപ കടമുണ്ട്. എങ്ങനെ മരുന്ന് വാങ്ങിക്കൊടുക്കും? നമ്മുടെ കാലഘട്ടത്തിൽ കാരുണ്യ ചികിത്സാ പദ്ധതി ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. എന്താണ് ആ ചികിത്സ? ഒരു ലോട്ടറി തുടങ്ങി. ആ ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന ലാഭമെടുത്ത് ആ ലാഭത്തിൽ നിന്നും പാവപ്പെട്ട കുടുംബങ്ങളിലെ ഒരാളിന് അസുഖം വന്നാൽ 3 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ. ഇപ്പോഴാ പദ്ധതിയില്ല. നിങ്ങൾ അന്വേഷിച്ചോ? ഇല്ലല്ലോ. ക്യാൻസർ രോഗം വന്നാൽ സൗജന്യ ചികിത്സ, സുഹൃതം പദ്ധതി. എത്ര ലക്ഷം രൂപയാണെങ്കിൽ സൗജന്യമായി ചികിത്സ കൊടുക്കും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. ഇപ്പോഴാ പദ്ധതി കാശ് കൊടുക്കുന്നില്ല. കാരുണ്യ ഫാർമസി നമ്മൾ തുടങ്ങി. ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ 50 തുടങ്ങി. ഇവർ 10 കൊല്ലമായിട്ട് ആകപ്പാട് തുടങ്ങിയത് 6 എണ്ണമാണ്. അവിടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ 1,700 രൂപയ്ക്കുള്ള മരുന്ന് കാരുണ്യ ഫാർമസിയിൽ 125 രൂപയ്ക്ക് കിട്ടും. അവിടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. കാശിനെന്താ പറയുന്നത്? സപ്ലൈകോയിൽ മൊബൈൽ സ്റ്റോറിൽ പോയാൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഈ നിയോജകമണ്ഡലത്തിൽ കുറെ അരി ചാക്കൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുക. ഒരു സ്ഥലത്തിലൊന്നുമില്ല. സോപ്പും ചീപ്പും കണ്ണാടി മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യവുമില്ല. അരിയില്ല, പഞ്ചസാരയില്ല, വെളിച്ചെണ്ണയില്ല, മുളകില്ല, മല്ലിയില്ല, ഒന്നുമില്ല. ഇങ്ങനൊരു കാലഘട്ടമുണ്ടോ? കാശില്ല. 5,000 കോടി രൂപ സപ്ലൈകോയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. എത്ര കോടി രൂപയാണ് ഈ ഗവൺമെന്റ് കടമുണ്ടാക്കിയിരിക്കുന്നത്? 6 ലക്ഷം കോടി രൂപയാണ്
നാട്ടിലുള്ള വികസനം നടത്തിയോ? ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നടത്തിയതുപോലെ വിഴിഞ്ഞം തുറമുഖം, കൊച്ചിൻ മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ഞാൻ കൈകാര്യം ചെയ്ത ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജുകളില്ലാത്ത എല്ലാ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങി. എല്ലാ ജില്ലകളിലും മലപ്പുറം ജില്ലയിൽ തുടങ്ങിയത് മഞ്ചേരി. ആ മെഡിക്കൽ കോളേജിനെ എങ്ങനെ തകർക്കാമെന്നാണ് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത്. കോന്നിയിൽ തുടങ്ങി, ഇടുക്കിയിൽ തുടങ്ങി, മഞ്ചേരിയിൽ തുടങ്ങി, എറണാകുളത്ത് തുടങ്ങി, കാസർഗോഡ് തുടങ്ങി, പാലക്കാട് തുടങ്ങി, വയനാട് തുടങ്ങി, തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങി. ഇവർക്ക് മരുന്ന് പോലും വാങ്ങി കൊടുക്കുന്നില്ല. UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതികളാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങി. അപ്പോൾ ഒരു വികസനവുമില്ല. 6 ലക്ഷം കോടി രൂപ കടം. പാവപ്പെട്ട ആളുകളുടെ ആനുകൂല്യം കൊടുക്കുന്നില്ല. 2 രൂപ സെസ് ഏർപ്പെടുത്തുന്നു. ഇതെല്ലാം ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇനി വേണമോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പ്രതിനിധിയായി ഈ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്കൊരു അവസരം വന്നിരിക്കുകയാണ്. ഈ അവസരം വിനിയോഗിക്കരുത്. 9 വർഷക്കാലമായി തുടർ ഭരണം കിട്ടിയപ്പോൾ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരമാണ്. ആരും ചോദിക്കാനുള്ള ധിക്കാരമാണ്, അഹങ്കാരമാണ്. അത് താഴെ തരത്തിലുള്ള പാർട്ടിസഹാക്കന്മാർ മുതൽ മുകൾ തട്ട് വരെ അതാണ്. ഞങ്ങൾക്ക് തുടർ ഭരണം കിട്ടി, ഇനി ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് കടവിലാട്ട് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, വീട്ടുകരം വർദ്ധിപ്പിക്കുന്നു, അഴിമതി നടത്തുന്നു, പിൻവാതിൽ നിയമനം നടത്തുന്നു, PSC വഴി ആരെ നിയമിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ കുട്ടികൾ പഠിച്ചു നിൽക്കുകയാണ്. പഠിച്ചു നിൽക്കുക. 60,000 വേക്കൻസികൾക്ക് PSC റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുക. ഡ്രൈവർമാർ, പിന്നെ നമ്മുടെ അറ്റൻഡർമാർ, അതുപോലെയുള്ള പോസ്റ്റുകൾ ഓരോന്നിരിക്കുക. എല്ലാം പിൻവാതിൽ നിയമനം, പുറകെ കൂടെ സഹാക്കന്മാരെ നിയമിക്കുക. പഠിച്ച കുട്ടികൾക്ക് പഠിക്കാൻ അവസരമില്ല. അതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായി പറയുന്നില്ല. കേരളത്തെ 50 വർഷക്കാലം പുറകോട്ട് പിടിച്ചു വലിച്ച ഒരു ഗവൺമെന്റാണ്. ലഹരി മാഫിയെ കുറിച്ചൊക്കെ ഇവിടെ പറയും. മദ്യപിച്ച കേരളത്തിൽ ഈ ലഹരി മാഫിയ കേരളത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അമ്മയെ വെട്ടിക്കൊല്ലുകയാ. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ പ്രവർത്തകരും വോട്ട് ചെയ്യുന്നവരുമാണ്. നിങ്ങൾ ഇറങ്ങി ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു. ഇനിയൊരു ഭരണം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതിലേക്ക് വേണ്ടി UDF അധികാരത്തിൽ വരുന്നതിലേക്ക് വേണ്ടി, കോൺഗ്രസ് ശക്തിപ്പെടുന്നതിലേക്ക് വേണ്ടി, രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുവാൻ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിന്, നാടിന് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണം. എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും സഹായവും പിന്തുണയും ഞങ്ങൾക്കുണ്ടാകണം എന്നൊരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.